ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം ആ ഡോക്ടർ വിശ്വസിച്ചല്ലേ? ആ ഡോക്ടർക്ക് ഒരു സംശയം തോന്നാത്ത വിധത്തില ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. മാത്രല്ല പണത്തിനോട് കുറച്ച് ആർത്തിയുള്ള ആളാ. അതുകൊണ്ട് ഇതും ഇതിലപ്പുറം അവര് ചെയ്യും. അയ്യോ അമ്മ, എന്റെ നടുവേ സൂക്ഷിച്ചു. വല്ലതും പറ്റിയോ അമ്മ? അമ്മ ശ്രദ്ധിക്കണ്ട അമ്മ. യാമത്തിൽ ഇറക്കി കഴിഞ്ഞാ സച്ചിയെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചാലോന്നാ എന്റെ ആലോചന. മോനെ, അമ്മയ്ക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ട് നടന്നു വരുമ്പോ ഞാനും അവളെ കണ്ടതാ. അച്ഛോ, അർച്ചന, അർച്ചനെ മോളെ. അത് അന്ന് അമ്മയ്ക്ക് കണ്ണാടി ഇല്ലാതിരുന്നുകൊണ്ട് തോന്നിയതാവും. വേറെ ആരെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിലും പെറ്റമ്മയെ കണ്ട അവള് തിരിച്ചറിയാതിരിക്കോ? അതെന്റെ ഒരു സംശയമാ. ഒരുപക്ഷെ അമ്മ കണ്ട ആളെ തന്നെ ആയിരിക്കും സച്ചിയും കണ്ടത്. അവളെപ്പോലെ സാമ്യമുള്ള ഏതൊരു പെൺകുട്ടി. അല്ലാതെ നമ്മുടെ അച്ചു ഈ നാട്ടിലൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നേ ഇങ്ങോട്ട് തിരിച്ചു വന്നേനെ. എന്റെ ദേവി, എന്റെ കുഞ്ഞിപ്പ് എവിടെയാണോ എന്തോ. ചായ. നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലോ ഇവൾ എന്റെ മോന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. അതുകൊണ്ട് ഇനി ഞാൻ വിചാരിക്കുന്നത് പോലെ മതി ഇവളുടെ ജീവിതം. അമ്മ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം ആ ഡോക്ടർ വിശ്വസിച്ചല്ലേ? ആ ഡോക്ടർക്ക് ഒരു സംശയം തോന്നാത്ത വിധത്തില ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. മാത്രല്ല പണത്തിനോട് കുറച്ച് ആർത്തിയുള്ള ആളാ. അതുകൊണ്ട് ഇതും ഇതിലപ്പുറം അവര് ചെയ്യും. ഇപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. ഒരു ഭൂതകാലവും ഇവളിനി ഓർമ്മിക്കാൻ പോകുന്നില്ല. ഇവളുടെ മനസ്സിൽ അവശേഷിച്ചിരിക്കുന്ന അവസാന തരി സംശയം പോലും നാളെ രാവിലെ തുടച്ചു മാറ്റപ്പെടും. അത് കഴിഞ്ഞ പിന്നെ ഇവള് ഗൂഗിളിന്റെ ഭാര്യ സമൃദ്ധ മാത്രമായിരിക്കും. അയ്യോ മാഡം. ഹലോ മാഡം, നീ അവിടെ എന്തെടുക്ക? ചിപ്പിമോൾ എവിടെ? കുട്ടികളെല്ലാരും കൂടി അപ്പുറത്തിരിപ്പുണ്ടോ മാഡം? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം. നീ ഫോൺ ചിപ്പിമോൾ കൊണ്ടുപോയി കൊടുക്ക്. ആ, ഇപ്പൊ കൊടുക്കാം. ചിപ്പിമോളെ, ചിപ്പിമോളെ, ദേ അമ്മ ലൈനിലുണ്ട്. ദാ സംസാരിക്കേ. ഹലോ അമ്മേ. മോളെ, അവിടെ ഹാപ്പി അല്ലേ? അതെ അമ്മേ. കൂട്ടുകാരൊക്കെ എവിടെ? എല്ലാരും ഇവിടെ ഉണ്ട്. നമ്മളെല്ലാരും ഉറങ്ങാൻ കിടന്നതായിരുന്നു. ഓ വെരി ഗുഡ്.
എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഫുഡൊക്കെ കഴിച്ചോ? ആ കഴിച്ചു. നിങ്ങൾക്ക് അവിടെ വേറെ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല, ഞങ്ങൾ ഓക്കെയാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണം കേട്ടോ. ശരി അമ്മേ. അപ്പൊ ഗുഡ് നൈറ്റ്. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ഉമ്മ. ഉമ്മ. ദാ, അല്ല, നേരത്തെ ഇവിടെ എന്തായിരുന്നു ഒരു ശബ്ദം കേട്ടത്? ഇവിടെയോ? ഞങ്ങൾ കേട്ടില്ലല്ലോ. ആന്റിക്ക് തോന്നിയതായിരിക്കും. ആരോ ഓടുന്ന ശബ്ദം പോലെ എനിക്ക് തോന്നിയത്. ഓ, അതാണോ? അത് ഞാനും കേട്ടായിരുന്നു. ചിലപ്പോ പ്രേതങ്ങള് വന്നായിരിക്കും. പ്രേതങ്ങളോ? ഒന്ന് പോവച്ചേ അവിടുന്ന്, വെറുതെ തമാശ പറയാതെ. തമാശയല്ല ആന്റി. ദേ, ആന്റിയുടെ മുറിയുടെ ഭാഗത്തു നിന്നേ ആരോ ഓടി വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയത്. എന്റെ മാതാവേ, എന്റെ മുറിയുടെ ഭാഗത്തോ? ചുമ്മാ കള്ളം പറയാതെ കിടന്ന് ഉറങ്ങും പിള്ളേരെ. മോളെ, ഡോർ അടച്ചേക്ക്. എന്നിട്ട് എല്ലാരും വല്ല നാമം ജപിച്ച് കിടന്നോ കേട്ടോ. ശരി ആന്റി. ആന്റി പൊക്കോ. എന്റെ ദൈവമേ. സ്വർഗസ്ഥനായ പിതാവേ, കർത്താവിന്റെ അമ്മേ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ചിപ്പിയുടെ അമ്മ എന്തിനാ വിളിച്ചേ? നമ്മളിവിടെ എന്തെടുക്കാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്നെ അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ. വിളിക്കാന്ന് പറഞ്ഞതായിരുന്നു. എന്നെ അച്ഛനെ വിളിച്ചോളൂ, അമ്മ ഇതുവരെ വിളിച്ചില്ല. സാധാരണ അമ്മയെ ആദ്യം വിളിക്കാറ്. അമ്മ എന്താവും വിളിക്കാത്തത്? വിളിക്കാതിരിക്കില്ല, ചിലപ്പോ കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കും. നമുക്ക് ആന്റി അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, കുറച്ചും കൂടി നോക്കാം. നമുക്ക് കിടക്കാം.